ഇറ്റലിയിലെ സിസിലിയിൽ കടലിൽ അപകടത്തിൽപ്പെട്ട സഹപ്രവർത്തകരായ കന്യാസ്ത്രീകളെ രക്ഷിക്കുന്നതിനിടയിൽ ബ്രസീലിയൻ കന്യാസ്ത്രീക്ക് ദാരുണാന്ത്യം. കാർമലൈറ്റ് മെസ്സഞ്ചേഴ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് സന്യാസ സഭാംഗമായ സിസ്റ്റർ നാദിർ സാന്റോസ് ഡി സിൽവയാണ് മരണമടഞ്ഞത്. 45 വയസ്സായിരുന്നു. മെയ് 11 എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം നടന്നത്. സിസിലിയിലെ കടൽ തീരത്ത് വിശ്രമവേള ചെലവഴിക്കുകയായിരുന്നു സിസ്റ്റർ നാദിറും മറ്റ് കന്യാസ്ത്രീകളും. മുട്ടപ്പം മാത്രം വെള്ളമുള്ള ഭാഗത്തു നിന്നിരുന്ന 3 കന്യാസ്ത്രീകളെ പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാലകൾ ഉൾക്കടലിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു. അപകടം കണ്ട് ഒട്ടും വൈകാതെ സിസ്റ്റർ നാദിർ കടലിലേക്ക് ചാടുകയും മുങ്ങിത്താഴുകയായിരുന്ന ഒരു കന്യാസ്ത്രീയെ ഉയർത്തിപ്പിടിച്ച് രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സിസ്റ്റർ നാദിർ ശക്തമായ തിരമാലകളിൽ പെടുകയായിരുന്നു. പിന്നീട് അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് സിസ്റ്ററുടെ മൃതദേഹം കരയ്ക്കെത്തിച്ചത്. 1980 ബ്രസീലിലെ ബഹിയയിൽ ജനിച്ച സിസ്റ്റർ നാദിറിന്റെ ജീവിതം ഏറെ ശ്രദ്ധേയമാണ്. തന്റെ യൗവനകാലത്ത് വിശ്വാസത്തിൽ നിന്ന് അകന്നു നിന്നിരുന്ന സിസ്റ്റർ നാദിർ പങ്ക് ആൻഡ് ആർക്കനൈസ്ഡ് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പിൽക്കാലത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ സിസ്റ്റർ സഭയിലേക്ക് മടങ്ങിവരികയും ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. ഇറ്റലിയിലെ സഭാ സമൂഹത്തിന്റെ പ്രാദേശിക പ്രിയോറസായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു സിസ്റ്റർ നാദിർ. തന്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന തിരുവചനം സിസ്റ്റർ നാദിർ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. സിസ്റ്റർ നാദിറിന്റെ മരണം സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണെങ്കിലും സിസ്റ്റർ കാണിച്ചു തന്ന സ്നേഹത്തിന്റെ പാത എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് സന്യാസിനി സമൂഹം അറിയിച്ചു. ബ്രസീലിലെ സാന്റോ അമാരോ രൂപതയിൽ സിസ്റ്റർക്കായി പ്രത്യേക അനുസ്മരണ കുർബാനയും പ്രാർത്ഥനകളും സംഘടിപ്പിച്ചു.